പട്ടം മാറ്റിയത് ഞങ്ങളെ നേട്ടാന്ന് പറയാണ്. എന്തൊക്കെയാ നിങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിലിടക്ക് KT ജലീലിൻ്റെ ഭാഗം ഓനങ്ങനെ വിട്ടുകയാണ്. അതാണ് ഇപ്പൊ കണ്ട ഓൻ്റെ പുതിയ ചോദ്യം, ഗാന്ധിജി സ്വർഗത്തേക്ക് പോകുമെന്ന്. അവനാൻ്റെ പാപ്പ പോണ്ടോന്ന് ആദ്യം നോക്കടോ. അതല്ല ആദ്യം ചെയ്യേണ്ടത്. നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താ? ഞാനും നിങ്ങൾ സ്വർഗത്തിൽ പോകണ്ടെന്നല്ല ചിന്തിക്കേണ്ടത്. ഇവങ്ങനെ എഴുതുകയാണ്. എന്തെന്നറിയോ? ഞാൻ സ്വർഗത്തിൻ്റെ അവിടെ പോയിട്ട് എത്തി നോക്കും, അതിൽ AKG ഇല്ലെങ്കിൽ ഞാൻ കണ്ടെന്നെ പോകും. ഇതെന്ത് കുറുമ്പാടോ? ആദം നബിക്കില്ലാത്ത കുറുമ്പ എനക്കോ? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് എന്നാൽ ആദം നബി പറയത്രേ, ഞാൻ തന്നെ പണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ചെറിയ പടച്ചോൻ്റെ കൽപ്പന ധിക്കരിച്ചതിന് എൻ്റെ സ്ഥിതി എന്താന്ന് ബേജാറില്ല. ഞാൻ FC-ൻ്റെ തടി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം ആശറയിൽ. ആ സമയത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ PSC വഴി നിയമിക്കുക എല്ലാവരും സ്വർഗത്തേക്ക്. നമുക്ക് പറയാൻ പറ്റുമോ സ്വർഗത്തേക്ക് ആരാ പോവുകയെന്ന്? യുദ്ധം ചെയ്തവന് സ്വർഗത്തേക്ക് പോകുമെന്ന് അറിയാൻ പറ്റുമോ? യുദ്ധത്തിൽ പങ്കെടുത്തവനെ ഹാജരാക്കപ്പെടുന്ന ഹദീസിലുണ്ട്. എന്നിട്ടോ അവനോട് ചോദിക്കും, നീ എന്തേ ചെയ്തത്? ഞാൻ അല്ലാഹു ഫീ സബീലില്ല, നിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തവനാണ്. അള്ളാഹു പറയും എന്തെന്നറിയാം, യുദ്ധം ചെയ്തു എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നിന്റെ കൽബിൽ നീ വലിയ ധീരനാണ് എന്ന ആൾക്കാർ പറയലായിരുന്നു ലക്ഷ്യം. അവൻ്റെ മുഖം കുത്തി വീഴുന്ന രീതിയിൽ നരകത്തിലേക്ക് എറിയപ്പെടും. കണ്ടോ? പിന്നെ ഈ അഹമ്മദും പോക്കരുമായിട്ടുള്ള നമ്മളൊക്കെ സ്വർഗത്തിക്ക് പോകുന്ന എന്തോ ഉറപ്പാണുള്ളത്? വല്ലാത്ത ഒരു നമ്മളെയൊക്കെ വല്ല ആശങ്കയുടെ മുളമ്പ്. ഫീ മഷിയത്തില്ല എന്നാ ദീന് പറയുന്നത്. അള്ളാൻ്റെ ഉദ്ദേശത്തിലാണ്. ആരാ ഫരീഖും ഫിൽ ജന്നാവ ഫരീഖും ഫിൽ സഈർ. ഞാൻ അയൽക്കാതിൽക്കാന്ന് ബേജാറായി നിൽക്കുന്ന ഒരു കാലം. ആ ലോകത്ത് എന്താവും നമ്മുടെയൊക്കെ സ്ഥിതി? എന്താവും നമ്മുടെയൊക്കെ സ്ഥിതി? സുജൂദ് ചെയ്തവൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്, നരകത്തിലെ തീ കരിക്കാത്ത അവയവം ഏതാന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. നരകത്തിലെ തീ പിടികൂടാത്ത അവയവം നെറ്റി, മൂക്ക്, കൈവെള്ള, കാൽമുട്ട്, കാൽവിരലുകളുടെ പള്ള. പഠിച്ചോ ജലീലേ? ജി എവിടുന്ന് കിതാബ് ഓതി? മാർച്ചിട്ട് പാട്ടിയുടെ ദർസുന്ന ശരിക്ക് കേട്ടോ. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർന്ന. ഇപ്പം ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കപടന്മാർ ഞാനടക്കം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നരകത്തിൻ്റെ താഴെ തട്ടിലാന്നാ. ഇവൻ പറയാണ്, ചാനലേരനോട് ചോദിക്കാൻ എനിക്ക് പറയാൻ പറ്റുമോ ഗാന്ധിജി സ്വർഗത്തേക്ക് പോലാന്ന്? എന്താ അതിൻ്റെ അർത്ഥം? അപ്പം മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരുണ്ട് വന്ന് പറയണം, എന്ത് മുസ്ലിം മാത്രമേ സ്വർഗത്തേക്ക് പോകൂന്ന്. അപ്പം ഇവൻ പറയും, കണ്ടില്ലേ പറയണ്. എന്താ പറഞ്ഞതെന്നറിയാം? ഞങ്ങൾ അങ്ങനെ ആ സ്വർഗത്തിൽ AKG ഇല്ലെങ്കിൽ ഞങ്ങൾ പുതുതായി ഒരു സ്വർഗം ഉണ്ടാക്കും. നോക്കണം, ഒരു മനുഷ്യ എത്ര തരം താഴാൻ പാടുണ്ടാ? സ്വർഗം ഉണ്ടാക്കും. എന്ത് മതിലാണ്? വനിതാ മതിലല്ല, എന്തോ ഒരു മതിൽ, നവകേരളല്ല, അല്ല വേറെന്തോ ഒരു